പിതൃസ്മരണയിൽ ആയിരങ്ങൾ ബലിയിട്ടു. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി മഹോത്സവം നടന്നു. ക്ഷേത്രങ്ങളിൽ പിതൃപൂജ, പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതവും ആഘോഷവുമാണ് ശിവരാത്രി. ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് വിശേഷ ദിനമായി ആഘോഷിച്ചു വരുന്നു. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവരാത്രി മഹോത്സവത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതവും ആഘോഷവുമാണ് മഹാശിവരാത്രി. ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ ഇത് വിശേഷ ദിനമായി ആഘോഷിച്ചു വരുന്നു. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണിത്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും അന്ന് വിശേഷ ദിവസമാണ്. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷം നടന്നു. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ 10 ദിവസങ്ങളിലായി നീണ്ടുനിന്ന ശിവരാത്രി മഹോത്സവത്തിന് വ്യാഴാഴ്ച രാവിലെ 5-ന് നടന്ന പിതൃപൂജകൾ പിതൃതർപ്പണത്തോടുകൂടി സമാപനമായി. ശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന പിതൃപൂജകളിലും പിതൃതർപ്പണത്തിലും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ക്ഷേത്രം മേൽശാന്തി മഠത്തുമുറി അജിത്ത് ശാന്തികൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശിവരാത്രിയോടനുബന്ധിച്ച് ബുധനാഴ്ച വൈകിട്ട് ആറാട്ട് മഹോത്സവം നടന്നു. പള്ളിയുണർത്തൽ, അഭിഷേകം, ശ്രീകോവിലേക്ക് എഴുന്നള്ളത്ത്, രുദ്രാഭിഷേകം, മഹാധാര, ആറാട്ടുബലി, മഹാശിവരാത്രി പൂജ എന്നിവയും നടന്നു. ബുധനാഴ്ച വൈകിട്ട് കോട്ടയം കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിച്ച ഗാനമേളയും നാടൻപാട്ടും അരങ്ങേറി. 10 ദിവസങ്ങളിലായി നടന്ന മഹാശിവരാത്രി മഹോത്സവത്തിൽ മഹാപ്രസാദകൂട്ട്, വിശേഷാൽ പൂജകൾ, പള്ളിവേട്ട, താലപ്പൊലി, പഞ്ചവാദ്യം, സേവ, ശിങ്കാരിമേളം, നൃത്തനൃത്യങ്ങൾ എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി പൂത്തോട്ടലാലൻ തന്ത്രികൾ, ക്ഷേത്രം മേൽശാന്തി മഠത്തുമുറി അജിത്ത് ശാന്തികൾ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 10 ദിവസങ്ങളിലായി നീണ്ടുനിന്ന ശിവരാത്രി മഹോത്സവത്തിന് ഭരണസമിതി പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൽ, വൈസ് പ്രസിഡന്റ് കിഷോർ ഇളവത്തൊട്ടിയിൽ, സെക്രട്ടറി ടി.പി. അശോകൻ തള്ളിപ്പടവിൽ, യൂണിയൻ കമ്മിറ്റി അംഗം ഉല്ലാസ് കണ്ണിക്കാട്ടേൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാജേന്ദ്രൻ കൂറുമുള്ളിൽ, സുനിൽ ചെങ്ങാങ്കൽ, ശ്രീധരൻ എല്ലാപ്പാറ, പുരുഷോത്തമൻ പാറത്താഴത്ത്, പബ്ലിസിറ്റി ചെയർമാൻ സന്തോഷ് മാധവൻ, രാജൻ, ബിജു തുടങ്ങിയ ഭാരവാഹികൾ നേതൃത്വം നൽകി. SNDP രാജാക്കാട് ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിൽ ആയിരക്കണക്കിന് ഭക്തർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുമായി 4000-ലധികം ഭക്തരാണ് ബലിതർപ്പണത്തിനായി രാജാക്കാട് മഹാദേവന്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നത്. ഇന്നലെ 10,000 കണക്കായിട്ടുള്ള ആളുകൾക്ക് അന്നദാനം നടത്തിയും ഇന്ന് രാവിലെ നടക്കുന്ന ബലിതർപ്പണത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നിന്നായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ശിവരാത്രി നാളിൽ ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ള സവിശേഷതകളിൽ ഒരു ദിവസം ഭക്തർ ഉറങ്ങാതിരുന്ന് പിറ്റേ ദിവസം ബലിയിടുന്ന ഒരു ചടങ്ങാണ് ക്ഷേത്രസന്നിധി നടന്നു വരുന്നത്. അതിലൂടെ തങ്ങളുടെ മുഴുവൻ പൂർവ്വകാലത്തുള്ള മുഴുവൻ പൂർവ്വസുഹൃത്തുക്കളായിട്ടുള്ള മാതാപിതാക്കൾക്കും മോക്ഷം ലഭിക്കുമെന്നുള്ളതാണ് ഭക്തങ്ങളുടെ വിശ്വാസം. അമൃത് കലശത്തിനായി പാലാഴി കടയുന്നതിനിടെയുണ്ടായ കാളക്കൂട വിഷം പാനം ചെയ്ത ശിവന് ആപത്തുണ്ടാകാതിരിക്കാൻ പാർവതിയും ഭൂതഗണങ്ങളും ഉറക്കമൊഴിച്ച് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയ രാത്രിയാണ് ശിവരാത്രിയായതെന്നാണ് ഐതിഹ്യം. ക്ഷേത്രം മേൽശാന്തി പുരുഷോത്തമൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ബലിതർപ്പണത്തിന് ശാഖായോഗം പ്രസിഡന്റ് ബി സാബു, വൈസ് പ്രസിഡന്റ് VS ബിജു, സെക്രട്ടറി KP സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുനിയറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ബലിതർപ്പണ ചടങ്ങുകളോടെ സമാപിച്ചു. ക്ഷേത്രം തന്ത്രി ശിവഗിരി മഠം ബ്രഹ്മശ്രീ ശിവനാരായണ തീർത്ഥസ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം മേൽശാന്തി വിജീഷ് ശാന്തികളുടെ സഹകാർമ്മികത്വത്തിലുമാണ് ചടങ്ങുകൾ നടന്നത്. ബലിതർപ്പണ ചടങ്ങുകളിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. മഹാശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ആറാട്ട് മഹോത്സവവും വിപുലമായ പരിപാടികളോടെ നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉൾപ്പെടെയുള്ള ക്ഷേത്രാചാര ചടങ്ങുകളും കലാപരിപാടികളും അരങ്ങേറി. ഘോഷയാത്രയിൽ കാവടി, കുംഭകുടം, പുലികളി, വാദ്യമേളങ്ങൾ എന്നിവയും അണിനിരന്നു. ക്ഷേത്രസന്നിധിയിൽ നിന്നും മുനിയറ ടൗൺ ചുറ്റി നടത്തിയ ഘോഷയാത്രയിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. നാടൻപാട്ട്, നൃത്താവിഷ്കാരങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികളും ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറി. ഈ മാസം 18-ന് ആരംഭിച്ച മഹാശിവരാത്രി മഹോത്സവ പരിപാടികൾക്ക് ക്ഷേത്രഭാരവാഹികളായ സുഭാഷ് തോപ്പിൽ, സജി മുട്ടത്തുകുന്നേൽ, അജി ഇടശ്ശേരിത്താഴത്ത് എന്നിവർ നേതൃത്വം നൽകി.
കട്ടപ്പന പേഴുങ്കവല പാക്കനാർക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളോടെ ശിവരാത്രി മഹോത്സവം നടന്നു. രാവിലെ 4 മണി മുതലാണ് ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രധാനമായും ശിവപൂജ, കലശപൂജ, യാമപൂജ എന്നിവയാണ് ക്ഷേത്രത്തിൽ നടന്നത്. ക്ഷേത്രം മേൽശാന്തി അദ്വൈത് ശാന്തികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കട്ടപ്പന പേഴുങ്കവല പാക്കനാർക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിനോട് അനുബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ വിശേഷാൽ പൂജാധികാരികളെല്ലാം ഇപ്പം നടന്നു കഴിഞ്ഞു. അതിൻ്റെ രാത്രിയുടെ പൂജകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ വിശേഷാൽ ദീപാരാധനയോടുകൂടി ഇപ്പോൾ പൂമൂടൽ എന്ന് പറഞ്ഞ ചടങ്ങ് മഹാദേവന് നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം സർപ്പക്കാവിൽ സർപ്പബലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ബിനു KR, രാജേഷ് KR, ശരത് സോമൻ, വിജയൻ മറ്റത്തിൽ, രാഹുൽ ചമ്മരപ്പള്ളിൽ, നോബി തെക്കേൽ, മനോജ് KT, മനോജ് KK എന്നിവർ നേതൃത്വം നൽകി. വെള്ളയാങ്കുടി കല്യാണത്തണ്ട് ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിലും ശിവരാത്രി ആഘോഷം നടന്നു. നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പരിപാടിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ അന്നദാനവും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, അടിമാലി.